ജാസ്മിൻ ബിഗ് ബോസ് ഷോ ക്വിറ്റ് ചെയ്യുമോ? ഇതാണ് ബിഗ് ബോസ് ഹൗസിനും പുറത്തും ഇപ്പോഴത്തെ പ്രധാന ചർച്ച. ഇന്നലത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞതോടെ അക്കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ജാസ്മിന്റെ ഉപ്പയുടെ അസുഖ വിവരമാണ് ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. റോക്കി ജാസ്മിൻ ഗബ്രി വിഷയം ആളിക്കത്തുന്നതിനിടയിലാണ് ജാസ്മിന്റെ പിതാവിന്റെ അസുഖ വിവരം അറിയുന്നത്. കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച ജാസ്മിനോട് ഉപ്പ സംസാരിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ശേഷം ഇതുവരെ കാണാത്ത ജാസ്മിനെയാണ് ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടത്. ഹാർട്ടിന് അസുഖമുള്ള വാപ്പയ്ക്ക് പെട്ടെന്നൊരു പ്രശ്നം വരണമെങ്കിൽ ഉറപ്പായും താൻ കാരണമാണെന്നും വീടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചതുകൊണ്ടാണ് വയ്യാതായതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. വീടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്ത് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായ ജാസ്മിൻ മാനസിക നില തെറ്റിയ ആളുകളെ പോലെയാണ് വീടിനുള്ളിൽ പെരുമാറിയിരുന്നത്. ക്യാമറയ്ക്ക് മുൻപിൽ താൻ ഷോ കിറ്റ് ചെയ്യുകയാണെന്നും മെന്റലി ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണമെന്നും ജാസ്മിൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഗബ്രിയോട് തനിക്ക് തുടർന്ന് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞതോടെ പ്രേക്ഷകരടക്കം ഏതാണ്ട് ജാസ്മിൻ ഷോ ക്വിറ്റ് ചെയ്യുമെന്ന് ഉറപ്പിച്ച മട്ടാണ്. ഒരുപക്ഷെ ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഗബ്രിയെ ജാസ്മിൻ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പ്രേക്ഷകരടക്കം പറയുന്നത്. പുറത്തുള്ളവർ തന്നെ മോശം രീതിയിലാണ് കാണുന്നതെന്ന ചിന്ത അലട്ടുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കണ്ടതാകില്ല ഇനിയുള്ള ബിഗ് ബോസ്. ജാസ്മിൻ ഉള്ളതുകൊണ്ടാണ് ഗബ്രിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നതെന്ന് വളരെ വ്യക്തമാണ്. ജാസ്മിൻ ഒറ്റയ്ക്ക് എന്ന രീതിയിലേക്ക് ഗെയിം പ്ലാനിംഗ് എത്തിയാൽ ഗബ്രി പെട്ടെന്ന് തന്നെ സ്ഥലം വിടേണ്ടി വരും. രതീഷ് കുമാർ കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും. ലവ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ആദ്യ ദിനം മുതൽ ക്യാമറ സ്പേസ് നേടിയെടുക്കാൻ രണ്ടുപേർക്കും സാധിച്ചിരുന്നു. തുടക്കത്തിൽ വളരെ ആക്റ്റീവായ ജാസ്മിനെയാണ് കണ്ടതെങ്കിലും പിന്നീട് അങ്ങോട്ട് ഗബ്രിയുടെ തോളും ചാരി ഒട്ടും ആക്റ്റീവ് അല്ലാത്ത അവസ്ഥയായിരുന്നു ഇവരുടേത്. താനുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ വിഷയങ്ങളിൽ ജാസ്മിൻ ഇടപെട്ടിരുന്നുവെങ്കിലും ഒതുങ്ങിപ്പോയ ഫീൽ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പവർ ടീമിൽ കൂടി എത്തിയതോടെ ഗബ്രിയുടെ പക്ഷം പിടിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടത്. ലവ് സ്ട്രാറ്റജി കളിക്കുകയാണോ എന്ന സംശയം ബിഗ് ബോസ് വീടിനകത്തുള്ളവർക്ക് പോലും ഉള്ളതുകൊണ്ടാണ് 16 പേരും ഇരുവർക്കുമെതിരെ ഒറ്റക്കെട്ടായി തിരിയുന്ന അവസ്ഥയുണ്ടായത്. ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രൊവോക്കിന് പിന്നാലെ റോക്കി എസി ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി നശിപ്പിച്ചതും അതുപോലെ നിഷാനയെ പുറത്തിറക്കി ജാസ്മിനെ പവർ ടീമിൽ കയറ്റിയതും ഋഷിയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ ഒരുങ്ങിയതുമെല്ലാം ഇരുവർക്കുമെതിരെ വലിയ രീതിയിൽ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജാസ്മിൻ ഗബ്രി കോംബോ രൂപപ്പെട്ടതോടുകൂടിയാണ് ജാസ്മിന്റെ ഗെയിം സ്പിരിറ്റ് നഷ്ടപ്പെട്ടതെന്ന് ഭൂരിഭാഗത്തിനും അഭിപ്രായമുണ്ട്. വീടിനുള്ളിലെ ഇരുവരുടെയും കാട്ടിക്കൂട്ടലുകൾ പ്രേക്ഷകർക്കിടയിലടക്കം നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിതാവിന്റെ അസുഖം കൂടിയത് തന്റെ പ്രവൃത്തി മൂലമാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ജാസ്മിൻ ഒരുപക്ഷെ മെന്റലി ഡൗൺ ആകാനും ഗെയിം മാറ്റിപ്പിടിക്കാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും മികച്ച ഗെയിമർ ജാസ്മിൻ ആകുമെന്ന കാര്യം 100% ഉറപ്പാണ്. മാത്രമല്ല ഇപ്പോൾ ഹേറ്റേഴ്സ് മാറി പിന്തുണ ലഭിക്കുകയും ചെയ്യും.